എല്ലാവർക്കും വൈബ്സ് ഓൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു അടുത്ത് കേട്ടത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത്, അതായത് ആ ലാ ലീഗ മാച്ചസ് ഒക്കെ ഔട്ട്സൈഡ് സ്പെയിനിൽ നടത്താനുള്ള തീരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒഫീഷ്യൽ ലീഗ് ഗെയിംസ് ഒക്കെ വേറെ വേറെ രാജ്യങ്ങളിൽ പോയിക്കാണ്ട് നടത്തുന്ന ആ ഒരു പ്ലാൻ 2022 തന്നെ ഫിഫ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ കേൾക്കുന്നത് തുടങ്ങിയാണ്. അപ്പം തന്നെ ഏകദേശം ഫുട്ബോൾ ഫാൻസൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 4-5 വർഷത്തിനുള്ളിൽ ഇത് ഏതെങ്കിലും ഒരു ലീഗിൻ ഈ ഒരു സംഭവം കൊണ്ടുവരും, അങ്ങനെ അത് എന്തായാലും വൈറലാകും എന്നുള്ളത്. അന്ന് ഈ ഒരു ന്യൂസ് വന്നപ്പം ഈ ഒരു മുംബൈ, അതുപോലെ തന്നെ ഈ ഇന്ത്യയിലടക്കം തന്നെ ഈ ഒരു മത്സരങ്ങൾ നടക്കും എന്നുള്ളത് ആ ഒരു ഹോപ്പ് അന്ന് ഫിഫ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമായി കൊണ്ടാണ് ഈ ഒരു ലാ ലീഗ ഈ ഒരു VRL vs ബാഴ്സലോണ മത്സരം USA മിയാമിയിലാണ് ആ ഒരു ഡിസംബർ 20 നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു ഫിക്സ്ചറിൻ്റെ പ്രശ്നം, അതായത് ഈ ഒരു ചരിത്രത്തിൽ തന്നെ ഏകദേശം 100 വർഷത്തിലേറെ ചരിത്രമുള്ള ഒരു ലീഗാണ് ഈ ഒരു ലാ ലീഗ. ഈ ഒരു ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് ഒരു ലാ ലീഗ മാച്ച് ഈ ഒരു ഔട്ട്സൈഡ് സ്പെയിനിൽ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതും ഈ ഒരു ഫിക്സ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഇത് തോന്നുമ്പം ഇത് നല്ലൊരു കാര്യമല്ലേ, ഇത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വേൾഡ് വൈഡ് ഫാൻസിനൊക്കെ നല്ല ഉപകാരമുള്ള സംഭവമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നല്ല രീതിയിൽ ഒരു ലീഗ് മത്സരങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ മറ്റൊരു വശത്ത് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം എസ്പെഷ്യലി ഈ മിയാമിയിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ അധികം ബാഴ്സ ഫാൻസ് ഉണ്ടാവും. ആ ഒരു ബാഴ്സ ഫാൻസൊക്കെ ഈ ഒരു കളി കാണാൻ എന്തായാലും ടിക്കറ്റ് എടുക്കും. അങ്ങനെ ആ ഒരു ഇവിടെ ഈ ഒരു സ്പെയിനിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ആ ഒരു VRL ഗ്രൗണ്ടിൽ വെച്ച് നടക്കേണ്ട കളിയാണിത്. ആ ഒരു എവേ ഫിക്സ്ചറാണ് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം. ഈ മിയാമിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എവേ ഫിക്സ്ചർ എന്നുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഹോം ഫിക്സ്ചറിനെ മാർക്കാവും. എങ്ങനെ പോയാലും മിയാമിയിൽ ബാഴ്സക്കാവും ഫാൻസ് കൂടുതൽ. VRL എത്രത്തോളം ശരിയാക്കിയാലും അവിടെ VRL ഭൂരിപക്ഷം എടുക്കാൻ കഴിയില്ല. അതായത് ആ ഒരു VRL ഹോം അഡ്വാൻറ്റേജ് എന്നുള്ളത് അവർക്ക് നഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു മത്സരം ഇങ്ങനെ ഈ ഒരു മിയാമിയിലേക്ക് മാറ്റിയതിൽ VRL പ്രസിഡൻറ്റും ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസിഷനെ കുറിച്ച് ഈ ഒരു ബാഴ്സ പ്ലെയർ തന്നെ, ഈ ഒരു ഫ്രാങ്കി ഡിയോങ് തന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഫെയർ പ്ലേ അല്ല എന്നുള്ള പറഞ്ഞാണ്ട് നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാഴ്സ VRL ഇങ്ങനെ നടത്താം. പക്ഷേ ഈ ഒരു ബാഴ്സൻ്റെ ഹോം ഫിക്സ്ചറിലുള്ള മത്സരമാകണം അവിടെ ആ ഒരു മിയാമിയിൽ നടത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് സംഭവം നല്ലൊരു കാര്യമല്ല. പക്ഷേ അങ്ങനെ നടത്തണം എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ടീമുകൾ, അതായത് VRL ചെറിയ ടീം എന്നല്ല, ഔട്ട്സൈഡ് ഈ ഒരു സ്പെയിന് പോകുകയാണെന്നുണ്ടെങ്കിൽ VRL ചെറിയ ടീം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അതുകൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിലും ബാഴ്സക്ക് ആ ഒരു മത്സരം ഫേവർ ആകുകയാണ്. എങ്ങനെയായാലും ബാഴ്സക്ക് ഫാൻസ് കൂടും. നമുക്കറിയാം ആ ഒരു മത്സരത്തിൽ ഈ ഒരു ഫാൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം ആ റിസൾട്ടിനെ അത് ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു കളി മാത്രമാണ് ഇങ്ങനെ USA വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടെന്ന് തോന്നുന്നത്. അത് ഇനി ഈ ഒരു ബാഴ്സയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കളിക്ക് ശേഷം ഇനിയും ഒട്ടനവധി ഫിക്സ്ചേഴ്സ് ഈ ഒരു ഇങ്ങനെ പല കൺട്രികളിലായിട്ട് വരും. അതിൽ USA ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ, കൊറിയയിൽ, ജപ്പാനിലൊക്കെ ഇങ്ങനത്തെ മത്സരങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്പെഷ്യലി ആ ഒരു മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ് സൂപ്പർ കോപ്പ ഡി എസ്പാന നടത്തുന്നത്. അതുപോലെ തന്നെ ലാ ലീഗ മത്സരങ്ങളും ചിലതൊക്കെ അങ്ങനെ നടത്താനും അടുത്ത സീസണോട് കൂടി ലാ ലീഗ തുനിയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ലാ ലീഗ മാത്രമല്ല, ഏകദേശം ഒരു 4-5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ, 4-5 വർഷം കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല യൂറോപ്യൻ ലീഗുകളും ഈ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങും. കാരണം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഹോം കൺട്രിയിൽ വെച്ച് നടത്തുന്ന ആ ലീഗിൻ്റെ കാട്ടും ഇരട്ടി പൈസ വരെ ഈ ഒരു GCC കൺട്രീസിലൊക്കെ പോയി നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നടന്നുള്ള മെയിൻ ഉപകാരം എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാൻസിന്, അതായത് നമ്മളെ പോലത്തെ ഫാൻസിന്. അപ്പോൾ ഒരു കളി ഇപ്പോൾ ബാഴ്സൻ്റെ റയലിൻ്റെയൊക്കെ ഒരു കളി വന്നുകൊണ്ട് മുംബൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഭാവിയിൽ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഭാവിയിൽ ലാ ലീഗ മാച്ചോ അല്ലെങ്കിൽ EPL മാച്ചോ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതൊക്കെ എൻ്റെ മാത്രം ഒപ്പീനിയൻസാണ്. നിങ്ങളുടെ ഈ ഒരു ഇതിലത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്നും കമൻറ്റിലൂടെ അഭിപ്രായപ്പെടുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.